ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മാർച്ച് 9 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷം ഏറ്റവും ചൂടേറിയ വർഷമായത്? ഉത്തരം 2023. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസിന്റേതാണ് കണ്ടെത്തൽ. 1,00,000 വർഷത്തിനിടയിലെ ഏറ്റവും ചൂടേറിയ വർഷവും 2023 തന്നെയാകാനാണ് സാധ്യതയെന്നും C3S കണക്കുകൂട്ടുന്നു. സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം? ഉത്തരം ദുബായ്. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസറിന്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് അവാർഡ് തുടർച്ചയായി 3-ാം തവണയാണ് ദുബായ്ക്ക് ലഭിച്ചത്. നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള US-ലെ ആദ്യ വധശിക്ഷ 2024 ജനുവരിയിൽ അലബാമയിൽ നടപ്പിലാക്കപ്പെട്ടു. വധിക്കപ്പെട്ടത്? ഉത്തരം കെന്നത്ത് സ്മിത്ത്. 1988 വാടക കൊലയാളിയായ സ്മിത്തും കൂട്ടാളികളും ചേർന്ന് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിന്റെ പേരിലാണ് വധശിക്ഷ വിധിച്ചത്. കുറ്റവാളികളെ നൈട്രജൻ ഉപയോഗിച്ച് വധിക്കാൻ അനുമതിയുമുള്ള 3 US സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അലബാമ. ഒക്ലോമ, മിസിസിപ്പി എന്നിവയാണ് മറ്റുള്ളവ. ഏത് രാജ്യത്താണ് 2024 ഫെബ്രുവരി 1 മുതൽ ഇന്ധനവില നിലവിലുള്ളതിന്റെ 5 ഇരട്ടിയാക്കിയത്? ഉത്തരം ക്യൂബ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൻ MBBS ഡോക്ടർ? ഉത്തരം വിഭ ഉഷ രാധാകൃഷ്ണൻ. ത്രിനേത്ര ഹൽദാർ ഗുമരാജുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് വുമൻ ഡോക്ടർ. പശ്ചിമഘട്ടത്തിൽ നിന്ന് 33 വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേര്? ഉത്തരം സിഗരിട്ടിസ് മേഘമലയൻസിസ്. ശ്രീവില്ലി പുത്തൂരിനടുത്ത മേഘമല കടുവാ സങ്കേതത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. പ്രദേശത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ചിത്രശലഭം അറിയപ്പെടുക. പുതിയ ഇനം കൂടി എത്തിയതോടെ പശ്ചിമഘട്ടത്തിലെ ആകെ ചിത്രശലഭങ്ങൾ 337 പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന 48 ചിത്രശലഭങ്ങളും ഇതിൽ ഉൾപ്പെടും. 2024 ജനുവരി 14 അന്തരിച്ച TH മുസ്തഫ ഏത് മന്ത്രിസഭയിലെ അംഗമായിരുന്നു? ഉത്തരം 1991-95 കാലത്ത് K കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി. കുന്നത്തുനാടു നിന്ന് 4 വട്ടവും ആലുവയിൽ നിന്ന് 1 തവണയും MLA ആയി. ഏത് രാജ്യത്താണ് അടുത്തിടെ ഇറച്ചിക്കായി നായ്ക്കളെ വളർത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിച്ചുകൊണ്ടുള്ള നിയമം നടപ്പിലാക്കിയത്? ഉത്തരം ദക്ഷിണ കൊറിയ. 75-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത്? ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ. 6-ാം തവണയാണ് ഒരു ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി എത്തിയത്. 2023 ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിഥിയായി പങ്കെടുത്തിരുന്നു. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസി ആയിരുന്നു 74-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ 2024 ജനുവരി 27 കന്നി യാത്ര ആരംഭിച്ചു. പേര്? ഉത്തരം ഐക്കൺ ഓഫ് ദ സീസ്. US-ലെ ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് 3 കരീബിയൻ ദ്വീപുകൾ സന്ദർശിച്ച് കപ്പൽ തിരിച്ചെത്തി. US കമ്പനിയായ റോയൽ കരീബിയൻ ഇന്റർനാഷണൽ ആണ് കപ്പലിന്റെ ഉടമകൾ. ഏകദേശം 16,624 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. റോയൽ കരീബിയൻ തന്നെ വണ്ടർ ഓഫ് ദ സീസ് ആയിരുന്നു ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര കപ്പൽ. കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉത്തരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. സംസ്ഥാന കായിക വകുപ്പ് സംഘടിപ്പിച്ച ഉച്ചകോടി 2024 ജനുവരി 23 മുതൽ
26 വരെയാണ് നടന്നത്. കേരളത്തെ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് ഹബ്ബാക്കി മാറ്റുക എന്നതായിരുന്നു ഉച്ചകോടിയുടെ ലക്ഷ്യം. ലിയനാർഡോ ഡാവിഞ്ചിയുടെ വിഖ്യാത കലാസൃഷ്ടിയായ മോണോലിസയ്ക്കുമേൽ 2 വനിതകൾ അടുത്തിടെ സൂപ്പ് ഒഴിച്ച് പ്രതിഷേധിച്ചു. എവിടെയാണ് ചിത്രം സൂക്ഷിച്ചിട്ടുള്ളത്? ഉത്തരം പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിൽ. വെടിയുണ്ടയേൽക്കാത്ത ചില്ലുകൂടിനകത്തായതിനാൽ മോണോലിസയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചില്ല. ഫുഡ് റെസ്പോൺസ് എന്ന സംഘടനയിലെ അംഗങ്ങളാണ് അതിക്രമം കാട്ടിയത്. കൂടുതൽ വേതനവും നികുതി ഇളവുകളും ആവശ്യപ്പെട്ട് ഫ്രാൻസിലെ കർഷകർ സർക്കാരിനെതിരെ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. 2022-23 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ അവാർഡ് നേടിയത്? ഉത്തരം ശുഭ്മാൻ ഗിൽ. CK നായിഡുവിന്റെ പേരിലുള്ള ആജീവനാന്ത പുരസ്കാരത്തിന് രവി ശാസ്ത്രിയും ഫറൂഖ് എഞ്ചിനീയറും അർഹരായി. മുഹമ്മദ് ഷമ്മി, R. അശ്വിൻ, ജസ്പ്രീത് ബുംറ എന്നിവർ മുൻ വർഷങ്ങളിലെ മികച്ച അന്താരാഷ്ട്ര താരങ്ങളായി. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള 2019-2020 പുരസ്കാരം മലയാളിയായ KN അനന്ത പത്മനാഭന് നേടി. സുപ്രീം കോടതിയുടെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരി 28 ആഘോഷിച്ചത്? ഉത്തരം 75ാമത്. 1950 ജനുവരി 28 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫെഡറൽ കോടതി, പ്രിവി കൗൺസിലിന്റെ ജുഡീഷ്യൽ കമ്മിറ്റി എന്നിവയ്ക്ക് പകരമായി ഇന്ത്യൻ സുപ്രീം കോടതി നിലവിൽ വന്നത്. H.J. കനിയയായിരുന്നു ആദ്യ ചീഫ് ജസ്റ്റിസ്. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് D.Y. ചന്ദ്രചൂഡ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത മലയാളിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി. ചീഫ് ജസ്റ്റിസായ ഏക മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ടെന്നീസിൽ പ്രായമേറിയ 1ാം റാങ്കുകാരനായ ഇന്ത്യൻ താരം? ഉത്തരം റോഹൻ ബൊപ്പണ്ണ. 43ാം വയസ്സിലാണ് ബംഗളൂരു സ്വദേശിയായ ബൊപ്പണ്ണ ഈ നേട്ടം കൈവരിച്ചത്. ഏത് പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്കുയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ അടുത്തിടെ ആരംഭിച്ചത്? ഉത്തരം ജല്ലിക്കട്ട്. ഇതിനു മുന്നോടിയായി ജല്ലിക്കട്ട് മത്സരങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാതൃകയിൽ നടത്താനാണ് ആലോചന. ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ ഫെബ്രുവരി 3 കമ്മീഷൻ ചെയ്തു. പേര്? ഉത്തരം INS സന്ധ്യക്. 4 സർവേ വെസൽ ലാർജ് കപ്പലുകളിൽ ആദ്യത്തേതാണിത്. 2024 പത്മവിഭൂഷൺ ബഹുമതി എത്ര പേർക്കാണ് ലഭിച്ചത്? ഉത്തരം 5 പേർക്ക്. നടിയും നർത്തകിയുമായ വൈജയന്തിമാല ബാലി, നടൻ ചിരഞ്ജീവി, നർത്തകി പത്മ സുബ്രഹ്മണ്യം, മുൻ ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു, അന്തരിച്ച സാമൂഹിക പ്രവർത്തകൻ ബീഹാറിലെ ബിന്ദേശ്വർ പാഠക് എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. മലയാളികളായ ജസ്റ്റിസ് M. ഫാത്തിമ ബീവി, മുൻ കേന്ദ്രമന്ത്രി O. രാജഗോപാൽ, മലയാളി ബന്ധമുള്ള ഗായിക ഉഷ ഉദുപ് തുടങ്ങി 17 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. 6 മലയാളികൾ ഉൾപ്പെടെ 110 പേർക്ക് പത്മശ്രീ ലഭിച്ചു. കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ EP നാരായണൻ, കാസർകോട്ടെ നെൽ കർഷകൻ സത്യനാരായണ ബള്ളേരി, എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ P. ചിത്രൻ നമ്പൂതിരിപ്പാട്, ആധ്യാത്മിക ആചാര്യൻ മുനി നാരായണ പ്രസാദ്, തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ് എന്നിവരാണ് മലയാളികളായ പത്മശ്രീ ജേതാക്കൾ. പത്മ പുരസ്കാരങ്ങളിലെ 9 എണ്ണം മരണാനന്തര ബഹുമതിയാണ്. 30 വനിതകളും 8 വിദേശ ഇന്ത്യക്കാരും ജേതാക്കളുടെ പട്ടികയിലുണ്ട്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു.
ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.